വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 400. സന്തോഷത്തിന്റെ മാലാഖമാരാവുക. ജീവിതത്തിൽ രണ്ടു തരം ആളുകളുണ്ട്: നൽകുന്നവരും സ്വീകരിക്കുന്നവരും. സ്വീകരിക്കുന്നവരാകാം പലപ്പോഴും നന്നായി ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ നൽകുന്നവരാണ് മനസ്സമാധാനത്തോടെ ഉറങ്ങുന്നത് എന്നാണ് പറയാറുള്ളത്. നൽകലിൻ്റെയും സ്വീകരിക്കലിൻ്റെയും രണ്ട് റോളുകളും ജീവിതത്തിലെ അനിവാര്യതകളാകാമെങ്കിലും എപ്പോഴും നൽകുന്നവരാകാനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. കാരണം നൽകുന്ന കരങ്ങളാണ് സ്വീകരിക്കുന്ന കരങ്ങളേക്കാൾ ഉത്തമം. എന്താണ് നാം സമൂഹത്തിന് നൽകുന്നത് എന്നതും വളരെ പ്രധാനമാണ്. നല്ലതെന്തും നൽകാം. സമൂഹത്തിനും വ്യക്തിക്കും ഗുണകരമായ ചിന്തകളും ആശയങ്ങളും നൽകുന്നത് വലിയ പുണ്യമാണ്. ഇനി ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊന്നും നൽകാനാവില്ലെങ്കിൽ ആത്മാർത്ഥമായ പുഞ്ചിരി സമ്മാനിച്ച് പോസിറ്റിവിറ്റിയുടെ പരിസരമൊരുക്കാം. മറ്റൊരാളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ കാരണക്കാരാവുക എന്നതിലും വലിയ പുണ്യം എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ മാലാഖമാരാകാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ വികാരങ്ങൾ എല്ലാവരുടെയും ശാന്തിയും സമാധാനവും കെടുത്തുകയാണ് ചെയ്യുക. സഹജീവികളുമായി സഹകരിക്കാനും അവരെ സഹായിക്കാനുമുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ശരിയായ സന്തോഷം നിറയുക. സ്വാർത്ഥതയുടെ ഇടുങ്ങിയ ഇടനാഴികളിൽ നിന്നും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും വിശാലമായ വിധാനത്തിലേക്ക് നാം ഉയരുമ്പോൾ നമുക്കും ചുറ്റും സന്തോഷം നിലനിൽക്കും. ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും കാണുകയും സുതാര്യമായ കാഴ്ചപ്പാടോടെ ജീവിതത്തെ സമീപിക്കുകയും തുറന്ന മനസ്സ് കാത്തുസൂക്ഷിക്കുകയും ചെയ്താൽ സന്തോഷമനുഭവിക്കാനും അത് പ്രസരിപ്പിക്കാനും സാധിക്കുന്നവരാകും. കാലം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിന് പ്രായമാകാം, തൊലിക്ക് ചുളിവുകൾ വരാം. എന്നാൽ നാം വിചാരിച്ചാൽ മനസ്സിനെ എന്നും സുന്ദരമാക്കി നിലനിർത്താം. പ്രതീക്ഷകൾ എന്നത് മനുഷ്യബന്ധങ്ങളുടെ ഭാഗമാണ്. എന്നാൽ നമ്മുടെ പ്രതീക്ഷകൾ അന്യരുടെ സാധ്യതകളെ മറികടക്കുമ്പോൾ അതിൽ നിന്നും പിറക്കുന്ന നിരാശ നമ്മെ മാനസികമായി തളർത്താം. എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്ന പോലെയോ കണക്ക് കൂട്ടിയ പോലെയോ സംഭവിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കാനാകണം. ഓരോ നിമിഷവും സുന്ദരമാക്കുക. അങ്ങനെ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും നമുക്ക് മനോഹരമാക്കാം. അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ തിളങ്ങുന്ന ഒരു മനുഷ്യന്റെ ജീവിതവും സന്തോഷം നിറഞ്ഞതാകും. ടാങ്കിലുള്ളതാണ് ടാപ്പിൽ ലഭിക്കുക എന്ന് പറയാറില്ലേ? നമ്മുടെ മനസ്സിൽ നിറഞ്ഞ സന്തോഷമുണ്ടെങ്കിലേ നമുക്കത് ചുറ്റുമുള്ളവർക്ക് നൽകാനാകൂ. സത്ചിന്തയും സത്പ്രവൃത്തികളും നല്ല മനസ്സും സമന്വയിക്കുമ്പോൾ നമ്മിൽ സന്തോഷം നിറയാതിരിക്കാനാവില്ല. ജീവിതത്തിൽ നാമൊക്കെ നിർബന്ധമായി പാലിക്കേണ്ട 3 നിയമങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മുടെ കച്ചവടം ശക്തമായി മുന്നോട്ടു പോകുമ്പോഴും വിൽപ്പനയിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നേറുക എന്നതാണ്. ഇത് കച്ചവടത്തിൽ മാത്രമല്ല, ഏത് ജീവിത സാഹചര്യത്തിലും ബാധകമാക്കാം. ജീവിത സാഹചര്യങ്ങൾ നല്ല നിലയിൽ മുന്നോട്ടു പോകുമ്പോഴും പ്രാർത്ഥനാനിരതരാവുക എന്നതാണ് രണ്ടാമത്തേത്. മിക്ക ആളുകളും കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായും പ്രാർത്ഥിക്കുന്നത്. സന്തോഷത്തിലും സന്താപത്തിലും ഹൃദയം പ്രാർത്ഥനാനിരതമാകുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകും. പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം. വിജ്ഞാനത്തിന്റെ ലോകം അനുദിനം വളർന്നു വികസിക്കുകയാണ്. അതിനാൽ പുതിയ കാര്യങ്ങൾ പഠിച്ചും പകർത്തിയുമാണ് നാം മുന്നേറേണ്ടത്. ഒന്നും നിസ്സാരമായി കാണാതിരിക്കുക. നമ്മുടെ വാക്കും നോക്കും പ്രവൃത്തികളുമെല്ലാം മറ്റുള്ളവരെ കൂടി പരിഗണിച്ചാകുമ്പോൾ ജീവിതത്തിന് കൂടുതൽ ഭംഗി അനുഭവപ്പെടും. ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്തി തുടങ്ങുന്നത് മുതൽ നമ്മളൊരു പുതിയ മനുഷ്യനായി മാറാൻ തുടങ്ങും. മുഖത്ത് ഓജസ്സും കണ്ണുകളിൽ തിളക്കവും വന്നു തുടങ്ങും. നമ്മളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ കഴിയും. ജീവിതം സന്തോഷമാക്കാനുള്ള ഫോർമുല ഇത്രയുള്ളൂ: ഓരോ നിമിഷവും സുന്ദരമാക്കുക, അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവുക, സഹജീവികളോട് സ്നേഹവും കരുതലുമുള്ള പെരുമാറ്റം ശീലിക്കുക, സന്തോഷത്തിന്റെ മാലാഖമാരാവുക. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.